The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹരി ഓം, നമസ്തേ. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? എന്തൊക്കെയായിരുന്നു ഓണാഘോഷത്തിൻ്റെ പുതിയ രീതികൾ? നമ്മൾ സാധാരണ ആഘോഷിച്ചിരുന്നത് പോലെ ഗെയിംസും മറ്റ് പുറത്തു പോക്കും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഓണമായിരുന്നു അല്ലേ? എന്നിട്ടും ഓണം ഭംഗിയായിട്ട് ആഘോഷിക്കാൻ പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, അതാണ് മനുഷ്യൻ്റെ ശക്തി. മനുഷ്യൻ ഏത് പുതിയ സാഹചര്യത്തിലും പെട്ടെന്ന് അഡാപ്റ്റ് ആവും, പെട്ടെന്ന് അതിലേക്ക് അഡ്ജസ്റ്റ് ആവും. അതാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ശക്തി. അപ്പം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളിന്നൊരു പുതിയ പാഠം പഠിക്കാനിരിക്കുകയല്ലേ. ഈ പാഠത്തിലും നമ്മൾ മനുഷ്യൻ്റെ അപാരമായൊരു ശക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് മനുഷ്യൻ്റെ അപാരമായ ശക്തി എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ എപ്പോഴും മറ്റുള്ള ജീവികളിൽ നിന്ന് ഒരല്പമെങ്കിലും വ്യത്യസ്തനാണ് അല്ലേ? ലോകത്ത് ധാരാളം ജീവികളുണ്ട്. ആ ജീവികളിൽ നിന്നെല്ലാം മനുഷ്യനൊരല്പം വ്യത്യസ്തനാവുന്നത് എന്തുകൊണ്ടാണ്? അവൻ ഇൻ്റലക്ച്വലി സ്ട്രോങ് ആണ് അല്ലേ? കുറേ കൂടി ബുദ്ധി കൂടുതലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഏത് കാര്യത്തെയും കുറിച്ചും നമ്മൾ ലോജിക്കലി ചിന്തിച്ച് ക്രിട്ടിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കുറേ ഔട്ട്കംസ് എടുത്ത് അതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ള ജീവികൾ അത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് ലോജിക്കൽ തിങ്കിങ്ങും മറ്റേത് ക്രിട്ടിക്കൽ അനലൈസിങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ലോജിക്കലി ആണോ അല്ലയോ എന്നുള്ള തിങ്കിങ്, അത് തന്നെ ചെയ്തതിന് ശേഷം ആ ചെയ്ത കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനലൈസിങ്, അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായി എന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയ. ഇങ്ങനെ പല പ്രക്രിയകളിലൂടെ മനുഷ്യനെ തന്നെ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ തന്നെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ലോണം കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ശാസ്ത്രമുണ്ട്. നമുക്കറിയാലോ, മനുഷ്യനെ തിരിച്ചറിയേണ്ട ആവശ്യം എന്താ ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്താ മനുഷ്യൻ എന്ന് വെച്ചാൽ 2 കൈയും 2 കാലും 2 കണ്ണും മൂക്കും ഒക്കെയുള്ള ഈ ശരീരമാണ് മനുഷ്യൻ എന്നാണെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? 2 കണ്ണും 2 കൈയും 2 കാലും അല്ലെങ്കിൽ 4 കാലുകളും ഒക്കെയുള്ള ധാരാളം ജീവികൾ ലോകത്തില്ലേ? എന്നിട്ടും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ആ സ്പെഷ്യൽ ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ആ സാധനത്തിന് അങ്ങനെ തിരിച്ചറിയുന്നതിനായിട്ട് മനുഷ്യൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രമാണ് യോഗശാസ്ത്രം. എന്താണ് ആ ശാസ്ത്രത്തിൻ്റെ പേര്? യോഗശാസ്ത്രം. ഈ യോഗശാസ്ത്രം എന്തിനെ പറ്റി പറയുന്നു? എന്താണ് യോഗം? നമുക്കറിയാം അല്ലേ? യോഗ എക്സസൈസസ് നമുക്കറിയാം. എന്താണ്? ധാരാളം ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് കുറേ പേര് യോഗ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ യോഗ അല്ലെങ്കിൽ യോഗം എന്ന് മലയാളത്തിലും യോഗ എന്ന് സംസ്കൃതത്തിലും പറയുന്ന ആ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ശരീരത്തിൻ്റെ സുഖമാണോ മറിച്ച് വേറെന്തെങ്കിലുമാണോ എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് ജസ്റ്റ് ഈഷ ഫൗണ്ടേഷൻ്റെ പരമാധികാരിയായിരിക്കുന്ന സദ്ഗുരു ജഗി വാസുദേവിൻ്റെ ഒരു വീഡിയോ കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യോഗ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന്. Because what is human is not an established state. It is a possibility. It is not a fixed state. If this possibility has to be made use of, there is a whole system of understanding that needs to happen.
understanding the mechanics of how this life functions and what we can do with it. This mechanics, this technology, this science, we are referring to as yoga. I don't know what types of stuff you're doing, but my experience in United States, particularly in California, a lot of people believe yoga started in California. Yes. I met somebody who seriously believed it was Madonna who started yoga. Yes. So this mechanics of life, this is as simple as this. I'm sure almost all of you are carrying an instrument, some kind of electronic instrument, a phone at least. The more you know about this phone, the better you can use it. Is that so? Last year, the cell phone companies in India made a survey. India is the largest growing market for telecommunications right now. Every month we are adding about 5.5 million cell phones, okay. In a year, about 60 million cell phones are being added to the service, because everybody is having 3, 4, 5 these days. They made a survey. That's the second one, you haven't heard the first one. They made a survey and they found out that 97% of the people are using only 7% of the capabilities that are there in an ordinary phone. I'm not talking about the smartphone, I'm talking about the dumb phone. In the dumb phone, 97% of the people are using only 7% of its capabilities. So they were contemplating, if we remove 90% of the electronics, still most people will never know. And we can even give them a 500 rupee discount. They will be happy, we will be happy, Maybe they've already taken it off, we don't know. Only if you try to use all of them, all the functions, then you realize something is not working. So, in a little gadget, you're using only 7%. This is the gadget. Every damn gadget has come out of this. How much percentage do you think are you employing this gadget? Just make a guess. How much percentage? 2, 5? You're being very generous to yourself. It's well below 1%, because for your survival process to conduct your life in the material world, you do not even need 1% of what this is. This is capable of perceiving the whole cosmos. If you prepare it properly, if you hold it, this is like an antenna. If you hold it in the right position, it can just grasp everything in the existence. It is just that we are doing all kinds of things with it, because right now, our whole perception of life is limited to the physical nature of the existence. Physical is like the peel of the fruit. It has no purpose of its own. In the sense, if you have a fruit, the moment you eat the fruit, the peel goes straight to the trash can, isn't it? The peel is only a package. Only because the fruit is valuable, package is important. Right now as you sit here, this body is very important. You have to feed this, you have to clothe this, you have to decorate this, you have to pamper this in so many ways. Tomorrow morning, that's something inside which you never experienced. If that goes away, nobody wants to have any business with this. Yes? Only because the fruit is inside, this peel has become very valuable. Now yoga means
Not just about twisting your body, not about standing on your head, not about holding your breath. All these things a circus artist can do better than most yogis. Really? Yes or no? You don't think so? A circus artist can do far better than most yogis in terms of twisting the body, doing this, doing that, holding different positions. That is not the purpose of yoga. Unfortunately, if you utter the word yoga, people think you have to be in some impossible posture. Yoga is not about postures. It is just a minuscule aspect of yoga. Yoga means, in your experience, everything has become one. The word yog means union. What is the union? What can unite with what? As you sit here, your idea and your sense and your experience of who you are is very strong. You're here as an individual. But what the trees are exhaling right now, you're inhaling. What you're exhaling, the trees are inhaling. Or in other words, one half of your lung is hanging out there. Yes or no? This is not just in terms of breath. Today, modern physics is proving to you that as you sit here, every subatomic particle in your body is in constant transaction with everything else in the existence. If this transaction stops, you will cease to exist. So yoga means to know it by experience. Modern science is proving to you the whole existence is just one energy. The religions of the world have been screaming for a long time that God is everywhere. Whether you say God is everywhere or you say everything is one energy, are we talking about the same reality or a different reality? God is everywhere, everything is same energy. Are we talking about the same reality or a different reality? Same reality. It is just that a scientist has never experienced this. He has arrived at it through mathematical deductions. A religious person has not experienced it. He believes it because it's written somewhere or it's said by somebody. If you are a hard case that you are not willing to settle for deductions or belief systems, then you become a yogi. Yes, if you're a very hard nut, you want to know it yourself, then you become a yogi. You want to know the union of the existence, you want to know the oneness of what it is, not believing it. Like you experience the 5 fingers of your hand, if you can experience everything around you, then we say you're in yoga. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണുണ്ട്. ഓക്കെ, ആ മൊബൈൽ ഫോണിനെ പറ്റി എത്രത്തോളം നന്നായി നമുക്ക് അറിയാൻ കഴിയുന്നുവോ അത്രത്തോളം ബെറ്ററായിട്ട് നമ്മളതിനെ യൂസ് ചെയ്യും, അല്ലേ? ബേസിക്കലി ഏത് തിങ്ങും ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ തൊട്ട് ഒരു കുഞ്ഞു കളിപ്പാട്ടം വരെയുള്ള ഏത് സാധനവും ആയിക്കോട്ടെ, ആ സാധനത്തെ എത്രത്തോളം ബെറ്ററായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുവോ അത്രത്തോളം ബെറ്ററായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 70 എബോവ് ആയിട്ടുള്ള ഒരു മുത്തശ്ശി, ആ മുത്തശ്ശി മൊബൈൽ ഫോൺസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ മുത്തശ്ശിയുടെ കയ്യിൽ നിങ്ങൾ ആപ്പിൾ iPhone 11+ കൊണ്ടുപോയിട്ട് കൈ കൊടുക്കാം, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പറ്റില്ല. വൈ? ദേ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് തിങ്. ആ മൊബൈൽ ഫോൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയില്ല. സെയിം തിങ് ഹാപ്പൻസ് വിത്ത് അവർ ബോഡി. ഇതേ കാര്യമാണ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കുന്നത്. എന്താണത്? ഈ ശരീരത്തിനകത്ത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ എത്ര ഉണ്ടായിരുന്നു? നമ്മളൊരു കുഞ്ഞു കുട്ടിയായിരുന്നു അല്ലേ? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇങ്ങനെ ഒരാളുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ ഇത്രയും ചെറിയൊരു കുട്ടിയായിരുന്നു നമ്മൾ. ആ കുട്ടി വളർന്നൊരു 3 years ആയപ്പോൾ എത്രയായി? ഇത്രയുമായി. ഓക്കെ, ഇത്രയുമായി. ഈ 3 years ആ കുട്ടി പിന്നെയും വളർന്ന് ഒരു 15 years ആയപ്പോൾ എത്രയായി? അല്ലെങ്കിൽ 13 years ആയപ്പോൾ എങ്ങനെയായി? നിങ്ങളുടെ ശരീരത്തിൻ്റെ വലിപ്പത്തിലായി. അത് കഴിഞ്ഞൊരു 20-25 years ആയപ്പോൾ എങ്ങനെയായി? എൻ്റെ ശരീരത്തിലുള്ള വലിപ്പത്തിലായി. 40-45 ആയപ്പോഴോ വേറൊരു ശരീരം, 60-70 ആയപ്പോഴോ വേറൊരു ശരീരം, ഇഫ് ഹി ലീവ്സ് അപ് ടു 100 അത് വേറൊരു ശരീരം. സോ ആ കുഞ്ഞു കുട്ടി മുതൽ 100 വയസ്സ് വരെയുള്ള ലൈഫ് സ്പാനിന്
ഓരോ 10 വർഷവും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഓരോ 10 വർഷം കൂടുമ്പോഴും നമ്മൾ ഓരോ ഫോട്ടോഗ്രാഫ്സ് എടുത്തു വെച്ചിട്ട് നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ ഫോട്ടോ കണ്ട ആൾ പറയും ഈ 10 പേരും 10 ആൾക്കാരാണെന്ന്. മനസ്സിലായോ? നമ്മൾ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ഫോട്ടോസ് 10 വർഷത്തെ ഗ്യാപ്പിലെടുത്തിട്ട് നമ്മൾ വേറൊരാൾക്ക്, നമ്മളെ പരിചയമില്ലാത്ത ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 90% അയാൾ പറയും ഈ ഫോട്ടോസിലുള്ള ആൾക്കാർ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇത് ഒരേ ആളല്ല എന്ന് പറയും. വൈ? ദ ബോഡി ഈസ് ചേഞ്ചിങ് എവ്രി ഡേ. മില്യൺസ് ഓഫ് സെൽസ് ആർ ലോസിങ്. 100 കണക്കിന് ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിച്ചു പോകുന്നു. പകരം ആ സ്ഥാനം മറ്റ് പുതിയ കോശങ്ങളെ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വിത്ത് അവർ ബോഡി? ബോഡി ഈസ് ചേഞ്ചിങ്. ബോഡി ഓരോ വർഷവും, ഓരോ ദിവസവും, ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ബട്ട് എന്താണ് ചേഞ്ച് ആവാത്തൊരു സാധനം? ഈ ശരീരം ദിവസവും മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ ഇരിക്കുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനം എന്താ? നമ്മൾ ആത്മാ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സിംപ്ലി ഹൂ ആർ യു എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഐ ആം സോ ആൻഡ് സോ. ഞാൻ അഭിരാമിയാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ അനിരുദ്ധാണ്, ഞാൻ അനുശ്രീയാണ് എന്ന് പറയും. സോ ഐ ആം എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്നൊരു സെൽഫിനെ പറ്റി പറയുന്നില്ലേ? ഐ ആം സേയിങ് അബൌട്ട് മൈ സെൽഫ്. എൻ്റെ സെൽഫിനെ കുറിച്ച്, എൻ്റെ ബോധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഐ ആം എന്ന്. 3 വയസ്സുള്ളൊരു കുട്ടിയോട് ഹൂ ആർ യു എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്ത് പറയും? ഐ എന്ന് പറയും. 100 വയസ്സുള്ള ഒരാളോട് ചോദിച്ചാൽ എന്ത് പറയും? സ്റ്റിൽ ദേ വിൽ സേ ഐ, ഞാൻ എന്ന് പറയും. ഈ ഞാൻ എന്ന് പറയുന്ന തിങ്, ദ തിങ് വിച്ച് വി കോൾ ആസ് ഐ, മൈ സെൽഫ്, വിൽ നോട്ട് ചേഞ്ച് ടിൽ ദ എൻഡ്. നമ്മൾ ഐ അല്ലെങ്കിൽ ഞാൻ എന്ന് വിളിക്കുന്ന ആ സാധനത്തിന് മാത്രം ഒരു മാറ്റമില്ല. ഈ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയും എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഞാൻ എന്ന് പറയുന്ന സാധനത്തിന് 3 വയസ്സിൽ ഒരാവശ്യമായിരിക്കും. 3 വയസ്സുള്ളൊരു കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അവന് കുറേ കളിക്കണം, അമ്മയുടെ ഒക്കത്തിരിക്കണം, അമ്മയുടെ കൂടെ എവിടേക്കെങ്കിലും പോകണം. ഇതൊക്കെയാണ് അവൻ്റെ ആവശ്യങ്ങൾ. 10 വയസ്സുള്ള കുട്ടിക്ക് എന്താ ആവശ്യങ്ങൾ? ഒരു സൈക്കിൾ ചവിട്ടണം, വീടിന് പുറത്തേക്ക് പോകണം. 20 വയസ്സുള്ള കുട്ടിയുടെ ആവശ്യങ്ങൾ എന്താ? ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. 45 വയസ്സുള്ള ഒരാളുടെ ആവശ്യം എന്താ? വീണ്ടും ഡിഫറെൻറ്റ്. 100 വയസ്സുള്ള അല്ലെങ്കിൽ 90 വയസ്സുള്ള ആളുടെ ആവശ്യങ്ങൾ എന്താ? വേറെ വേറെ ആവശ്യങ്ങളാണ്. ഈ സമയത്തൊക്കെ ഉള്ളിലുള്ള സെൽഫ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിലും ആവശ്യങ്ങൾ വേറെ വേറെയാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന സാധനത്തിന് ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്ത് എക്യുപ്മെൻ്റാണുള്ളത്? ഐ ആം മൈസെൽഫ്, ഞാനാണ് ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്ന സാധനത്തിന് ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് വേണ്ടേ? ആ എക്യുപ്മെൻ്റ് എന്താ? ആ എക്യുപ്മെൻ്റാണ് നമ്മുടെ ബോഡി. സോ വാട്ട് ഹാപ്പൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് പോലെ ഞാൻ എന്ന് പറയുന്ന സെൽഫിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റാണ് നമ്മുടെ ബോഡി. സോ വാട്ട് ഹാപ്പൻസ്? അഗെയിൻ ദ ക്വസ്റ്റ്യൻ റൈസസ്. നമ്മളുടെ ശരീരമാകുന്ന എക്യുപ്മെൻറ്റിനെ കുറിച്ച് നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു മൊബൈൽ ഫോണിനെ എങ്ങനെയാണോ നമ്മൾ നന്നായിട്ട് അറിയുക, അതിനെ നമ്മൾ എങ്ങനെയാണോ നന്നായിട്ട് യൂസ് ചെയ്യുക, ദ സെയിം വേ ഒരു ശരീരത്തെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞാൽ ആ ശരീരത്തെയും നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, മീനിങ് ഫുള്ളായിട്ട്, പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കുറേ ആവശ്യങ്ങൾ പറഞ്ഞു. 3 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുണ്ട് അവരവരുടെ ജീവിതത്തിൽ, അതാത് കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി വാട്ട് ഡു വി നീഡ്? നമുക്ക് എന്താണ് വേണ്ടത്? ഒരു 3 വയസ്സുള്ള കുട്ടി കളിപ്പാട്ടം എടുത്ത് കളിക്കുമ്പോഴും 90 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ അവരുടെ കുട്ടിയെ സ്നേഹിക്കുമ്പോഴും വാട്ട് ഡു ദേ നീഡ്? അവർക്ക് എന്താണ് അൾട്ടിമേറ്റ്ലി ആവശ്യമായിട്ടുള്ളത്? ദേ ലോങ് ഫോർ ഹാപ്പിനെസ്, ദേ ലോങ് ഫോർ പീസ്. അവർ ആഗ്രഹിക്കുന്നത് സന്തോഷവും ശാന്തിയുമാണ്. കളിപ്പാട്ടം എടുത്ത് കളിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറന്നു പോയിട്ട്
ഭയങ്കര പീസ്ഫുള്ളാവുന്നു. 100ാമത്തെ വയസ്സിൽ തൻ്റെ മക്കൾ തന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ദാറ്റ് പേഴ്സൺ ഫീൽസ് ഹാപ്പി ആൻഡ് പീസ്. അതാണ് എല്ലാ ശരീരത്തിനും വേണ്ടത്. ഈ ശരീരങ്ങളുടെയൊക്കെ പീസിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിൻ്റെ വിഷയം. സോ യോഗ ഈസ് നോട്ട് സിംപ്ലി ആൻ എക്സസൈസ്. യോഗ വെറുമൊരു അഭ്യാസമല്ല. ഇന്ന് നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ കൂടെ പറയുക? യോഗാഭ്യാസം എന്നാ പറയുക. ആ എക്സസൈസസ് മാത്രമല്ല യോഗ. എക്സസൈസസ് അല്ലെങ്കിൽ ആ ശരീരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണിക്കുന്ന പോസ്റ്റേഴ്സൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യോഗ. അത് യോഗയുടെ പാർട്ടാണ്. പക്ഷേ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് നോട്ട് യോഗ. അത് മാത്രമല്ല യോഗം. യോഗത്തിന്, യോഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അത് കൂടിച്ചേരലാണ്. യോഗം ചെയ്യുക, കൂടിച്ചേരുക എന്നാണ് നമ്മൾ പറയില്ലേ. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അവർ മീറ്റ് ചെയ്യണം, അവർ കൂടിച്ചേരുകയാണ്. എന്തൊക്കെയാണ് കൂടിച്ചേരുന്നത്? നമ്മളുടെ ഇന്നർ സെൽഫും ഈ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് ഒരു കൂടിച്ചേരൽ സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ടല്ലോ, ആ എനർജി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നിൽക്കുന്നത്. ആ എനർജിയും യൂണിവേഴ്സൽ എനർജിയും കൂടിയിട്ട് കൂടിച്ചേരുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയാം? യോഗ എന്ന് പറയാം. ഓക്കെ, യോഗം എന്ന് പറയാം. ആ യോഗത്തെ പറ്റിയാണ് നമ്മൾ പുതിയ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സുഖദോ വ്യായാമഃ. സുഖദോ വ്യായാമഃ. എന്താണ് വ്യായാമഃ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? യു ഓൾ നോ വ്യായാമോ നാമ ശരീരായാസജനനം കർമ്മ. ശരീരത്തിന് ആയാസത്തെ ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയെയും നമുക്ക് വ്യായാമം എന്ന് വിളിക്കാം. ആയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഇളകി ചെയ്യേണ്ട പ്രവൃത്തികളെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? വ്യായാമം എന്ന് വിളിക്കാം. സോ വി ഡു ലോട്ട് ഓഫ് എക്സസൈസസ്. നമ്മൾ ധാരാളം വ്യായാമം ചെയ്യാറുണ്ട് അല്ലേ? പലതരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ മൊബൈലിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യും. ചില ആൾക്കാർ ജിമ്മിൽ പോയി ചെയ്യും. ചില ആൾക്കാർ യോഗ ചെയ്യും. ചില ആൾക്കാർ ഇതൊന്നുമില്ലാതെ കളിക്കും. മണിക്കൂറുകളോളം ഷട്ടലോ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ച് അവരുടെ ശരീരത്തിൽ എപ്പോഴും ലൈവാക്കി നിർത്തും. അപ്പോൾ പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. ബട്ട് അത്ര അസ്മിൻ സ്ഥാനെ വ്യായാമസ്യ കൃതേ വിശേഷണമേകം ദത്തമസ്തി. ഇവിടെ വ്യായാമം എന്നതിന് മറ്റൊരു വിശേഷണം കൂടി നൽകിയിട്ടുണ്ട്. എന്താണ് ആ വിശേഷണം? സുഖദോ വ്യായാമഃ. സാമാന്യഃ വ്യായാമഃ നാസ്തി, അയം വ്യായാമഃ സുഖദാനാർത്ഥം ഭവതി. അനേന വ്യായാമേന സുഖം സമ്പാദ്യത്തെ. ഈ വ്യായാമത്തിലൂടെ സുഖമാണ് നാം നേടുന്നത്. മറ്റുള്ള വ്യായാമം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വ്യായാമം എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം തന്നെ എന്താ? ശരീര ആയാസജനനം കർമ്മ വ്യായാമഃ. ശരീരത്തിന് ആയാസമുണ്ടാക്കുന്ന ജോലിയാണ് വ്യായാമം. ഇവിടെ ശരീരത്തിന് ആയാസം ഉണ്ടായാലും ഇല്ലെങ്കിലും വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഇറ്റ് വിൽ ബി പീസ്, ഹാപ്പിനെസ്, സുഖത്തെ നൽകുന്ന വ്യായാമം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ യോഗം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വ്യായാമമല്ല, അത് സുഖത്തെ നൽകുന്ന വ്യായാമമാണ്. സുഖദഃ, സുഖപ്രദായകഃ, സുഖത്തെ നൽകുന്നതാകുന്ന വ്യായാമം എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമുക്ക് പാഠത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഭാരതീയ ദർശനേഷു അതിവിശിഷ്ടം ഭവതി യോഗദർശനം. ഷഡ് ദർശനേഷു അന്യതമസ്യ അസ്യ പ്രണേതാ ഭവതി പതഞ്ജലി മഹർഷിഃ. തേന രചിതഃ ഗ്രന്ഥഃ ഭവതി യോഗസൂത്രം. ഭാരതീയ ദർശനേഷു ഭാരതീയ ദർശനാനി സന്തി. ഭാരതേ ദർശനാനി സന്തി. ദർശനം നാമ ദർശനം ഇത്യസ്യ ആംഗലം പദം ഫിലോസഫി ഇതി ഭവിതുമർഹതി. ദർശനം എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഫിലോസഫി എന്ന് പറയാം. എന്താണ് ഫിലോസഫി? ഈ ലോകത്ത് എത്ര തരത്തിലുള്ള ഫിലോസഫീസ് ഉണ്ട്? ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഫിലോസഫീസ് ഉണ്ട്. എന്താ കാര്യം? ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദർശനം എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ ശബരിമലയ്ക്കോ അല്ലെങ്കിൽ ഗുരുവായൂരോ ഒക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മുതിർന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാം, സുഖമായ ദർശനം കിട്ടി, നന്നായി ദർശനം ചെയ്തു എന്നൊക്കെ പറയും. എന്താണ് ദർശനം? ദർശനം എന്ന് പറയുന്നത് ദ വേ യു സീ ആണ്. നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു. ശബരിമലയിൽ പോയി വന്നിട്ട് നല്ല ദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നമ്മൾ ആരാധിക്കുന്ന ആ ബിംബത്തെ നമുക്ക് നന്നായി കാണാൻ പറ്റും എന്നുള്ളതാണ് അർത്ഥം. സോ നന്നായി കാണൽ അല്ലെങ്കിൽ ദ വേ യു സീ, എങ്ങനെ നിങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതാണ് ദർശനം. എന്തിനെ കാണുന്നതാണ് ഇവിടെ ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ വേ യു സീ യുവർ സെൽഫ് ആൻഡ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെയും
നിങ്ങളെ തന്നെയും നിങ്ങളെങ്ങനെ കാണുന്നുവോ അതാണ് ദർശനം എന്നതുകൊണ്ട്, ജീവിത ദർശനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഭാരതത്തിൽ ദർശനങ്ങൾ ധാരാളമുണ്ട്. ഭാരതത്തിൽ ദർശനങ്ങൾ 6 തരത്തിൽ ആസ്തിക ദർശനങ്ങളെന്നും 6 തരത്തിൽ നാസ്തിക ദർശനങ്ങളെന്നും പ്രശസ്തമാണ്. ഷഡാസ്തിക ദർശനാനി ഷണ്ണാസ്തിക ദർശനാനി ച പ്രസിദ്ധാനി. ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാമാന്യ രൂപം പറയാം. ആസ്തിക ദർശനം എന്ന് വെച്ചാൽ ഒരു സുപ്രീം പവർ ഉണ്ട് എന്നും ആ സുപ്രീം പവറിനെ റിയലൈസ് ചെയ്യാൻ, അതിനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാമെന്നും വിശ്വസിക്കുന്നതും, അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങളെ എല്ലാം കൺഫൈൻ ചെയ്ത് 6 ഡിഫറെൻ്റ് മേഖലകളായിട്ട് തിരിക്കുമ്പോൾ ഉള്ള സുപ്രീം പവറിനെ തിരിച്ചറിയാനുള്ള 6 വഴികൾ പറയുന്ന 6 ആസ്തിക ദർശനങ്ങൾ. അസ്തി ഇത് വിശ്വസ്യമാനാഹ, ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആസ്തികാഹ. അസ്തി എന്ന് പറയുന്നവർ ആസ്തികാഹ. ഇനിയോ നാസ്തി എന്ന് പറയണം, ഇല്ല എന്ന് പറയുന്നവരാണ്. ഒരു സുപ്രീം പവറും ഇല്ല, ദ ബോഡി ഈസ് ദ ഓൺലി സുപ്രീം പവർ, ഈ ശരീരം മാത്രമാണ് ആകെയുള്ള പവർ എന്ന് വിശേഷിക്കുന്നവർ. ഒരു തവണ ജനിച്ചാൽ അതോടുകൂടി മരിച്ചു പോകുന്നു, പിന്നീട് നമുക്കൊന്നും ചെയ്യാനില്ല, ഈ ദേഹം ഭസ്മമായി കഴിഞ്ഞാൽ നമ്മളുടെ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് ദ സെക്കൻഡ് ടീം. They also have 6 different way to say they are true. അവർ പറയുന്നതാണ് ശരി എന്ന് വാദിക്കാൻ അവർക്കുമുണ്ട് 6 വഴികൾ. ഓക്കെ, 6 വഴികൾ ദൈവമുണ്ട് അല്ലെങ്കിൽ സുപ്രീം പവർ ഉണ്ട് എന്ന് പറയാൻ, 6 വഴികൾ സുപ്രീം പവർ ഇല്ല, ഈ ശരീരം തന്നെയാണ് എല്ലാം എന്ന് പറയാൻ. അങ്ങനെ 6 പേര് ഉണ്ട് എന്ന് പറയുന്ന 6 ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങളെന്നും ഇല്ല എന്ന് പറയുന്ന 6 ദർശനങ്ങൾ നാസ്തിക ദർശനങ്ങളെന്നും പറയുന്നു. ഇതിലെ ആസ്തിക ദർശനങ്ങളിൽ 6 എണ്ണത്തിൽ പ്രധാനപ്പെട്ട ഒരു ദർശനമാണ് അതിവിശിഷ്ടം ഭവതി യോഗദർശനം. ഭാരതീയ ദർശനേഷു ആസ്തിക ദർശനേഷു ച അതിവിശിഷ്ടം ദർശനം ഭവതി യോഗദർശനം. യോഗം ഒരു ദർശനമാണ്. ഇറ്റ് ഈസ് എ വേ ഓഫ് വിഷൻ. നമ്മൾ കാഴ്ചപ്പാടാണ് യോഗം, അല്ലാതെ യോഗം ഒരു മിയർ എക്സസൈസ് അല്ല. ഷഡ് ദർശനേഷു അന്യതമസ്യ അസ്യ പ്രണേതാ ഭവതി പതഞ്ജലി മഹർഷി. യോഗദർശനസ്യ പ്രണേതാകഃ. യോഗദർശനം രചിച്ചതാരാ? രചിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി റൈറ്റിംഗ്, ഒരു പുസ്തകം എടുത്തിരുന്ന് എഴുതുക എന്നുള്ളതല്ലല്ലോ രചന. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് രചന എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം? യു ആർ ക്രിയേറ്റിംഗ് സംതിങ്. അതുവരെ ഈ ലോകത്ത് പ്രസൻ്റ് അല്ലാതിരുന്ന, ഈ ലോകത്ത് ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു സാധനത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. അതാണ് രചന. നമ്മളെല്ലാവരും ഈ കവിതാരചന, കഥാരചന, ഉപന്യാസ രചന എന്നൊക്കെ പറഞ്ഞ് രചന എന്നുള്ള വാക്കിന് ഇറ്റ് ഈസ് സംതിങ് റൈറ്റിംഗ് എന്ന് മാത്രമുള്ളൊരു മീനിങ് നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിനേക്കാൾ മികച്ചൊരു കാര്യമാണത്. നമ്മൾ അതുവരെ ലോകത്തില്ലാതിരുന്നൊരു സാധനത്തെ ക്രിയേറ്റ് ചെയ്യാണ്. സോ പതഞ്ജലി മഹർഷി ആണ് യോഗദർശനത്തെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. യോഗദർശനസ്യ പ്രണേതാ ഭവതി പതഞ്ജലി മഹർഷി. തേന രചിതഃ ഗ്രന്ഥഃ ഭവതി യോഗസൂത്രം. തേന പതഞ്ജലി മഹർഷിണ വിരചിതഃ യോഗശാസ്ത്രപ്രതിപാദകഃ ഗ്രന്ഥഃ ഭവതി യോഗസൂത്രം. പതഞ്ജലി മഹർഷി എഴുതിയ യോഗശാസ്ത്രപ്രതിപാദകമായിരിക്കുന്ന ഗ്രന്ഥമാണ് യോഗസൂത്രം. കിം? യോഗസൂത്രം. യോഗസൂത്രം, സൂത്രം മീൻസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫോർമുലാസ്. നമ്മൾ പലതരത്തിലുള്ള സൂത്രവാക്യങ്ങൾ പഠിക്കും അല്ലേ, കണക്കിലൊക്കെ പഠിക്കും, ഫിസിക്സിൽ പഠിക്കും. അങ്ങനെയുള്ള സൂത്രങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് യോഗസൂത്രം എന്ന ഗ്രന്ഥം. തസ്മിൻ 4 അധ്യായാः സന്തി. തത്ര 96 സൂത്രാണി വിദ്യന്തെ. തസ്മിൻ യോഗസൂത്രനാമകേ ഗ്രന്ഥേ. നമ്മൾ നേരത്തെ പറഞ്ഞ പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നതിനായി രചിച്ച യോഗസൂത്രം എന്ന ഗ്രന്ഥത്തിൽ 4 അധ്യായാः സന്തി. കതി അധ്യായാः സന്തി? 4. 4 അധ്യായങ്ങളുണ്ട്. തത്ര ച 90 196 സൂത്രാണി വിദ്യന്തെ. അതിൽ 196 സൂത്രങ്ങൾ ഉണ്ട്. യോഗശാസ്ത്രേ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി രൂപാണി അഷ്ടാംഗാനി കൽപ്പിതാനി.
ഈ യോഗം എന്നുള്ളതിൻ്റെ സാധനം എവിടെയെങ്കിലും കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്കറിയാം അഷ്ടാംഗ യോഗം എന്ന് കേൾക്കാം. 8 അംഗങ്ങളുണ്ട് യോഗത്തിന്. ഇപ്പം നമ്മളൊരു മീറ്റിംഗ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയാം? ആ മീറ്റിങ്ങിൽ 112 അംഗങ്ങൾ പങ്കെടുത്തു, അല്ലെങ്കിൽ 100 അംഗങ്ങൾ പങ്കെടുത്തു എന്ന് പറയും. അംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ആ പാർട്ടാണ് അല്ലേ, ഒരു അവയവം ആണ് അംഗം. യോഗശാസ്ത്രത്തിലും 8 പാർട്ടുകളുണ്ട്, 8 അംഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 8 അംഗങ്ങൾ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി രൂപാണി അഷ്ടാംഗാനി. യമഃ, നിയമഃ, ആസനം, പ്രാണായാമഃ, പ്രത്യാഹാരഃ, ധാരണ, ധ്യാനം, സമാധി. എന്താണ് ഈ സമാധി? സമാധി എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് പേടിയാവും അല്ലേ? സ്വാമിജി സമാധിയായി. സമാധിയായി എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ധി പൂണ്ടു അല്ലേ, മരിച്ചുപോയി എന്നാണ് അർത്ഥം. അല്ല, സമാധി, ധി എന്ന് വെച്ചാൽ ബുദ്ധി. സമാധി, സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമമായിരിക്കുന്ന ബുദ്ധി. സമമായിരിക്കുന്ന ബുദ്ധി, നമ്മളുടെ ഇൻ്റലക്ച്വൽ പവറും ഈ ഭൂമിയുടെ എനർജിയും സമമായിരിക്കുന്ന സ്ഥിതിയാണ് സമാധി. ആ സ്ഥിതിയിൽ നമ്മൾ, ഞാനും ഈ യൂണിവേഴ്സിലുള്ള മറ്റ് സാധനങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ യൂണിവേഴ്സ് മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു ബോധമുണ്ടാവും. അതാണ് സമാധി എന്ന് പറയുന്നത്. ആ സമാധി അറ്റൈൻ ചെയ്യാനുള്ള, ആ സമാധിയെ പ്രാപിക്കുന്നതിനുള്ള ക്രമേണയുള്ള ഉപായങ്ങളാണ് ബാക്കി 7 എണ്ണവും. യമം, നിയമം, ആസനം, അങ്ങനെ പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ ഘടകങ്ങളെല്ലാം ക്രമേണ സമാധിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന പടികളാണ്. ഓക്കെ, ഇതെന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൻ്റെ ആമുഖത്തിൽ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. എന്തൊക്കെയാണ് യമം, നിയമം, ആസനം എന്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. എനിവേ, യോഗത്തിൽ 8 അംഗങ്ങളുണ്ട്. ആ 8 അംഗങ്ങളാണ് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇത് അഷ്ടാംഗാനി യോഗസൂത്രേ കൽപ്പിതാനി. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് കുറച്ച് ചെറിയ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. യോഗസൂത്രസ്യ പ്രണേതാ കഃ? യോഗസൂത്രസ്യ പ്രണേതാ കഃ? ഷഡ് ആസ്തിക ദർശനാനി കാനി? നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഷഡ് ആസ്തിക ദർശനാനി കാനി? ഷഡ് നാസ്തിക ദർശനാനി കാനി? ഷണ്ണാസ്തിക ദർശനാനി കാനി? യോഗസൂത്രേ കതി അധ്യായാः സന്തി? യോഗസൂത്രേ കതി അധ്യായാः സന്തി? യോഗസൂത്രേ കതി സൂത്രാണി സന്തി? പതഞ്ജലി മഹർഷിണ വിരചിതാः അന്യേ ഗ്രന്ഥാः കേ? അപ്പോൾ ഈ ചോദ്യങ്ങളിലെല്ലാം ഉത്തരങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. ഈ പാഠഭാഗം മുഴുവൻ പഠിച്ച് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.